പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നിങ്ങളുടെ ബലമായിരിക്കട്ടെ, നിങ്ങളുടെ കരുത്തായിരിക്കട്ടെ, നിങ്ങളുടെ ആശ്വാസമായിരിക്കട്ടെ, നിങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ. ഈശോ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിച്ച് വഴി നടത്തുമാറാകട്ടെ. നമ്മുടെ ഈശോ ഉണ്ടല്ലോ ചെറിയ കാര്യങ്ങളുടെ ദൈവമാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. വലിയ കാര്യങ്ങളുടെ ദൈവമൊന്നുമല്ല, ചെറിയ കാര്യങ്ങളുടെ ദൈവമാണ്. ഈശോ ഭൂമിയിലോട്ട് വന്നിട്ട് പറഞ്ഞതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? വയലിലെ ലില്ലികളെ നോക്കുക, ആകാശത്തിലെ പറവകളെ നോക്കുക. ഉപമകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആടുകളുടെ ഉപമ, വിത്തുകളുടെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, കടുകുമണിയുടെ ഉപമ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ ദൈവം. ലൂക്ക 12:6-7. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കരുതുന്ന ദൈവമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഞാൻ വില കുറഞ്ഞവനാണ്, ഞാൻ കഴിവ് കുറഞ്ഞവനാണ്, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ താഴെത്തട്ടിലുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ വിചാരിക്കുവാണെങ്കിൽ ഒരു കാര്യം പറയാം, കർത്താവിന് ഇഷ്ടം ചെറിയവരെ എന്നേ. വചനം പറയുമല്ലോ, 1 കൊരിന്തോസ് 1:27. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും. കണ്ടോ? അശക്തമായവയെ കർത്താവിന് മതി, ഭോഷന്മാരെ കർത്താവിന് മതി. നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ കുറവുകൾ കർത്താവിന് ഇഷ്ടമാണ്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അബ്രഹാം, അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. ദാവീദ് ആട്ടിടയനായിരുന്നു. ജെറമ്യ പറഞ്ഞു ഞാൻ ബാലനാണെന്ന്, മോശ പറഞ്ഞു ഞാൻ വിക്കനാണെന്ന്. ശിഷ്യന്മാരെല്ലാവരും കടലിൽ നല്ലൊരു ശതമാനവും കടലിൽ പോകുന്നവരായിരുന്നു. ചെറിയ ചെറിയ ആളുകൾ. ആ കൂട്ടത്തിൽ മത്തായിയെ നമ്മൾ കണ്ടിട്ടില്ലേ? അവൻ ചുങ്കക്കാരനായിരുന്നു. കണ്ടോ? ചെറിയ ചെറിയ ആളുകളും പാപികളൊക്കെ ആയിരുന്നു കർത്താവിൻ്റെ കൂട്ടുകാർ. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. നീ ചെറിയ ആളാണ്, നീ പാപിയാണ്, നീ ബലഹീനനാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് മെസ്സേജ് ബോക്സിൽ ചെറിയവരെ സ്നേഹിക്കുന്ന ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.